ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷിനോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരിക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. So, we can start our class. Today I am taking the topic the. Okay, the pronunciation of the. Clear? അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുൻപിൽ പറയുന്നത് ദ എന്ന വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നാണ്. ചിലവർ ദ എന്നും പറയും, ചിലവർ ദി എന്നും പറയും, അല്ലേ? അപ്പോൾ എല്ലാവർക്കും അതൊരു കൺഫ്യൂഷനാണ്, ഏതാണ് ശരി എന്നുള്ളത്. ഞങ്ങളുടെ ഡൗട്ട് വരാറുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ നമുക്കതിൻ്റെ കൃത്യമായ യൂസേജ് എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ കൺഫ്യൂഷൻ വരുത്താറില്ല. ദ എന്ന വാക്കും ദി എന്ന വാക്കും പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിൽ ഗ്രാമർ ശരിയാകും എന്ന് പറയാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് ഗ്രാമറിൽ നമുക്കത് ദ എന്നത് ശരിയെന്ന് പറയണമെങ്കിൽ അതിന് ചെറിയ റൂൾസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കറിയാം, ഓരോ ഇംഗ്ലീഷിൽ ഓരോ വാക്കുകൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴും അതിൻ്റെതായ സൗണ്ടുകളുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ആൽഫബറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, വവൽസ് എന്നും കോൺസണൻസ് എന്നും, അല്ലേ? പഠിച്ചിട്ടുണ്ട് നമ്മൾ ക്ലാസ്സുകളിൽ. വവൽസ് എന്ന് പറയുന്നത് AEIOU. ബാക്കി വരുന്ന ആൽഫബറ്റ്സ് എല്ലാം കോൺസണൻറ്റ് സൗണ്ട് ആണെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ വവൽ സൗണ്ടും കോൺസണൻറ്റ് സൗണ്ടും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഉപയോഗിക്കുന്നതിന് മുൻപ് ഈ വവൽ സൗണ്ടും കോൺസണൻറ്റ് സൗണ്ടും മനസ്സിലായാൽ മാത്രമേ ദായാണോ ദി ആണോ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് വവൽ സൗണ്ട് എന്ന് പറഞ്ഞത് AEIOU എന്നാണ്, അല്ലേ? അപ്പോൾ ഈ AEIOUവിൻ്റെ മുൻപിൽ നമ്മൾ ഉപയോഗിക്കുന്ന THE എന്ന് പറയുന്ന സ്പെല്ലിങ്ങിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ദി എന്നാണ്. ഓക്കെ, ഏത് വേർഡ് വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നോ അതിനെ നമുക്ക് ദി എന്ന വാക്ക് ഉപയോഗിച്ചാണ് പറയുന്നത്. ദി ആപ്പിൾ, ദി എൻഡ്, ദ എഗ്. ക്ലിയർ? അപ്പോൾ ദി എന്ന് പറയുന്നത് വി ഹാവ് ടു യൂസ് ബിഫോർ ദ വവൽ സൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയണത് ദ എന്നാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, വവൽ സൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന സൗണ്ട് ഏതാണ്? കോൺസണൻറ്റ് സൗണ്ട്. അപ്പോൾ കോൺസണൻറ്റ് സൗണ്ട് എന്ന് പറയുന്നത് എക്സെപ്റ്റ് വവൽ സൗണ്ട്സ് ആണ്. അപ്പോൾ ബാക്കി വരുന്ന സൗണ്ടുകൾ, വാക്കുകൾ, ആൽഫബറ്റ്സുകളുണ്ടോ അതിനെ മുൻപിലെല്ലാം നമ്മൾ ദ എന്ന് പറയും. ദ ബുക്ക്, ദ ടീച്ചർ, ദ മോസ്റ്റ്, ദ മാൻ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ദി എന്നത് വവൽ സൗണ്ടിന് മുൻപും ദ എന്നത് കോൺസണൻറ്റ് സൗണ്ടിന് മുൻപിലുമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.